സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഈ നടന്നു വരുന്നത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനാണ്. അമേരിക്കൻ ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ കൊലച്ചിരിയുമായി വട്ടമിട്ട് മുകളിൽ പറക്കുമ്പോഴാണ് ഇറാൻ തെരുവിലൂടെ യാതൊരു സുരക്ഷാ കവചവുമില്ലാതെ പെഷഷ്കിയാന്റെ ഈ നടത്തം. ഒപ്പം ജനങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, സെൽഫി എടുക്കുന്നു. പെഷഷ്കിയാൻ മാത്രമല്ല, മുഖ്യ ന്യായാധിപനും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി, അമേരിക്കയുടെ കണ്ണിലെ ഏറ്റവും വലിയ കരടായ അലി ലാറിജാനിയുമെല്ലാം ജനങ്ങൾക്കൊപ്പം തെരുവിലിറങ്ങി. ഇറാൻ നേതാക്കൾ എലികളെപ്പോലെ ഒളിച്ചിരിക്കുന്നു എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞതിന് നിമിഷങ്ങൾക്ക് ശേഷമാണ് ഇറാൻ നേതാക്കൾ ഇങ്ങനെ പൊതുജന മധ്യത്തിലെത്തിയത്. എന്തിനായിരുന്നു ഇവർ തെരുവിലിറങ്ങിയത് എന്നതാണ് ഏറ്റവും പ്രസക്തം. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 47 വർഷമായി ഇറാൻ നടത്തുന്ന അൽ ഖുദ്സ് റാലിയിലാണ് ഈ നേതാക്കൾ ട്രംപിനെയും നെതന്യാഹുവിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നെഞ്ചും വിരിച്ചു പങ്കെടുത്തത്. ഒന്നോർക്കണം, ചർച്ചയ്ക്കിടയിൽ പോലും പരമോന്നത നേതാവിനെ അടക്കം ഇസ്രയേലും അമേരിക്കയും ചേർന്ന് വധിച്ച സാഹചര്യമാണ് ഇറാനിലുള്ളത്. ഇനിയും ചതി പ്രതീക്ഷിക്കാം. സംഘർഷ സാഹചര്യത്തിൽ പരിപാടി സംഘടിപ്പിക്കാതിരിക്കാം. സുരക്ഷ കണക്കിലെടുത്ത് നേതാക്കളോട് പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് നിർദ്ദേശിക്കാം. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. നേതാക്കൾക്കൊപ്പം വലിയ ജനക്കൂട്ടം തെരുവിലിറങ്ങി പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇത് കണ്ട് ലോകം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: എന്തൊരു ജനതയാണ്, എന്തൊരു ധീരരായ നേതാക്കളാണ്! ഈ ജനതയെയും ഈ നേതാക്കളെയും എങ്ങനെയാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും തോൽപ്പിക്കാൻ കഴിയുക എന്നതാണ് ലോകമാകെയുള്ള സാമ്രാജ്യത്വ വിരുദ്ധർ ചോദിക്കുന്നത്. അതേസമയം ഇറാൻ പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണം തുടങ്ങിയ നെതന്യാഹു ഇപ്പോൾ ബങ്കറിനുള്ളിലാണ് എന്നാണ് റിപ്പോർട്ട്. ഇറാൻ നടത്തിയ സർപ്രൈസ് അറ്റാക്കിന് ശേഷം പേടിച്ചു മാറി നിൽക്കുകയാണ് നെതന്യാഹു എന്നാണ് റിപ്പോർട്ട്. ഇടയ്ക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. പക്ഷേ ആ പ്രസ് കോൺഫറൻസിനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും ഇപ്പോൾ പരക്കുകയാണ്. ഈ വീഡിയോയിൽ നെതന്യാഹുവിന് 6 വിരലുകൾ ഉണ്ടെന്നാണ് പ്രമുഖ വ്ളോഗർമാരുടെ കണ്ടെത്തൽ. ഇതിനിടെ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസിൽ വലിയ അതൃപ്തി ഉടലെടുത്തു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇറാൻ റഷ്യയും ചൈനയും വഴി എണ്ണ വ്യാപാരം കൂട്ടിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതായത് എല്ലാം കൊണ്ടും അമേരിക്കയ്ക്കും ഇസ്രയേലിനും കനത്ത തിരിച്ചടിയാണ് ഇറാനെതിരായ സൈനിക നീക്കമെന്നാണ് പൊതുവെ വിലയിരുത്താൻ കഴിയുക. നമുക്ക് ഓരോന്നായി വിശദമായി പരിശോധിക്കാം. ഇറാനിയൻ നേതാക്കൾ പേടിച്ച് ഭൂമിക്കടിയിലുള്ള ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയാണെന്നും എലികൾ ചെയ്യുന്നത് പോലെയാണ് അവർ പെരുമാറുന്നത് എന്നുമാണ് പീറ്റ് ഹെക്സെറ്റ്, അതായത് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി, പരിഹസിച്ചത്. മാത്രമല്ല, ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മൊജ്തബ ഖൊമേനി പരിക്കേറ്റ് വിരൂപനാണെന്നും അതുകൊണ്ടാണ് വീഡിയോയിലോ ഓഡിയോയിലോ വരാതെ വെറും രേഖാമൂലമുള്ള സന്ദേശം അദ്ദേഹം പുറത്തുവിടുന്നത് എന്നും ഹെക്സത്ത് പറഞ്ഞിരുന്നു. അതുപോലെ ഇറാനിയൻ നേതൃത്വത്തിന് പരസ്പരം ബന്ധപ്പെടാനോ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനോ കഴിയാത്ത വിധം അവർ ചിതറിപ്പോയതായും ഹെക്സത്ത് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ നേതാക്കൾ ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടെന്നും അമേരിക്കൻ നേതാക്കളാണ് എവിടെയാണ് വ്യക്തമല്ലാത്ത രീതിയിൽ ചിതറിപ്പോയത് എന്നും ഇറാനിയൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാറിജാനി തിരിച്ചടിച്ചു. തൊട്ടു പിന്നാലെ ഇറാൻ നേതാക്കളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ അൽ ഖുദ്സ് റാലിയിലേക്ക് എത്തുകയും ചെയ്തു. ഇനി നെതന്യാഹുവുമായി ബന്ധപ്പെട്ട പുതിയ അഭ്യൂഹത്തിലേക്ക് പോകാം. നെതന്യാഹു അടുത്തിടെ നടത്തിയ വീഡിയോ പ്രസംഗത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ചർച്ചകൾക്കുള്ള കാരണം, അല്ലെങ്കിൽ ഈ അഭ്യൂഹത്തിനുള്ള കാരണം. ഈ വീഡിയോയിൽ നെതന്യാഹുവിന് 6 വിരലുകൾ ഉള്ളതായി വ്യക്തമായി കാണാമെന്നാണ് സോഷ്യൽ മീഡിയ ആകെ പറയുന്നത്. എന്നാൽ യഥാർത്ഥ നെതന്യാഹുവിന് 6 വിരലുകൾ ഇല്ല. അതായത് AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീഡിയോകളിലോ ചിത്രങ്ങളിലോ പലപ്പോഴും കൈവിരലുകളുടെ എണ്ണത്തിൽ ഇത്തരം തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ പ്രസംഗത്തിൽ വന്നത് നെതന്യാഹു അല്ല എന്നാണ് യൂട്യൂബർമാരും വ്ളോഗർമാരും പറയുന്നത്. ഈ വീഡിയോ AI ആണെന്ന് ഗ്രോക്ക് സാക്ഷ്യപ്പെടുത്തുന്നുവെന്ന് ചിലർ വിശദീകരിക്കുന്നു. ഇറാൻ നെതന്യാഹുവിൻ്റെ ഓഫീസിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നെതന്യാഹു മരിച്ചുപോയി എന്നും ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ബോഡി ഡബിൾ ആണെന്നുമാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഈ ഡൂപ്പിനെ തിരിച്ചറിയാതിരിക്കാൻ ഡിജിറ്റൽ എഡിറ്റിംഗ് നടത്തിയപ്പോൾ സംഭവിച്ച പിഴവ് കാരണമാണ് ഈ 6 വിരലുകൾ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് ഇവരുടെ ആരോപണം. ഇതിനിടയ്ക്ക് നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വിമാനം ഗ്രീസിൽ പ്രത്യക്ഷപ്പെട്ടതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അഭ്യൂഹത്തിന് കാരണമായിരുന്നു. എന്തായാലും ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശേഷം, അതായത് സർപ്രൈസ് അറ്റാക്കിന് ശേഷം നെതന്യാഹു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഒരു തവണ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനിയും ആക്രമണം പേടിച്ച് സുരക്ഷിത ബങ്കറിലാണ് നെതന്യാഹു ഉള്ളതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. നെതന്യാഹുവിനെ ഇനിയും ലക്ഷ്യം വയ്ക്കുമെന്നും ആയത്തുള്ള അലി ഖൊമേനിയുടെ രക്തസാക്ഷിത്വത്തിന് പകരം ചെയ്യുമെന്നുമാണ് ഇറാൻ നേതാക്കൾ ആവർത്തിച്ചു പറയുന്നത്.
അതുകൊണ്ട് തന്നെ നെതന്യാഹുവിൻ്റെ സുരക്ഷ മുമ്പെങ്ങും ഇല്ലാത്ത വിധം കൂട്ടിയിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല, നെതന്യാഹുവിന് അടുത്തിടെ നടത്തിയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില ശാരീരിക ആവശ്യതകൾ ഉണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇറാൻ നടത്തിയ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് നടത്തിയ ആക്രമണത്തിൽ വിഷവാതകം ശ്വസിച്ചതും, അതായത് ഇറാൻ വിഷവാതകം ഉൾക്കൊള്ളുന്ന സർപ്രൈസ് അറ്റാക്ക് നടത്തിയത് കാരണം നെതന്യാഹുവിൻ്റെ ആരോഗ്യത്തെ അത് മോശമാക്കിയെന്നാണ് മറ്റ് ചില കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നാൽ ഇതെല്ലാം ഇസ്രയേൽ നിഷേധിക്കുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇതിനിടെ ഇറാനെതിരെ നടത്തിയ സൈനിക നീക്കത്തെക്കുറിച്ച് ട്രംപ് നടത്തുന്ന പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾക്ക് കാരണം വൈറ്റ് ഹൗസിലെ വടംവലിയാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. എങ്ങനെ സൈനിക നീക്കം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ മറ്റും സഹായികൾക്കിടയിൽ, അതായത് ട്രംപിൻ്റെ സഹായികൾക്കിടയിൽ തർക്കം നടക്കുകയാണ് എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കം കാരണം പെട്രോൾ വില കുതിച്ചു വരുന്നത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ചില ഉദ്യോഗസ്ഥരും ഉപദേശകരും ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഇറാനെതിരായ നീക്കം തുടരണമെന്നാണ് മറ്റു ചില ഉപദേശകരുടെ അഭിപ്രായം. ട്രംപിനെ സ്വാധീനിക്കാൻ സഹായികൾക്കിടയിൽ മത്സരം നടക്കുന്നു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 28 ആക്രമണം തുടങ്ങിയപ്പോൾ പ്രഖ്യാപിച്ച വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് ട്രംപ് ഇപ്പോൾ സംസാരിക്കുന്നില്ല. അതായത് ഇറാനിലെ ഭരണകൂട മാറ്റം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ട്രംപ് ഇപ്പോൾ സംസാരിക്കുന്നില്ല. പകരം പറയുന്നത് ഇതൊരു പരിമിതമായ സൈനിക നീക്കമാണ്, ലക്ഷ്യങ്ങൾ ഏതാണ്ട് കൈവരിച്ചു എന്നുമൊക്കെയാണ്. ഇത് ആഗോള വിപണിയിൽ വലിയ കൺഫ്യൂഷനാണ് ഈ ട്രംപിൻ്റെ ഈ പ്രസ്താവന സൃഷ്ടിക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ബുധനാഴ്ച കെൻഡക്കിയിൽ നടന്ന ഒരു റാലിയിൽ നമ്മൾ വിജയിച്ചു എന്ന് ആദ്യം പറഞ്ഞ ട്രംപ് ഉടനെ തന്നെ നിലപാട് മാറ്റി, നമുക്ക് ജോലി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് തിരുത്തി. ഇതെല്ലാം അമേരിക്കൻ ഭരണകൂടത്തിൽ ഇറാനെതിരെ നടക്കുന്ന സൈനിക നീക്കമുണ്ടാക്കിയ ആശയക്കുഴപ്പം വ്യക്തമാക്കുന്നു എന്നാണ് വിലയിരുത്തൽ. എണ്ണവില വർധനവ് യുദ്ധത്തിനുള്ള ആഭ്യന്തര പിന്തുണ കുറയ്ക്കുമെന്ന് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിലെയും നാഷണൽ ഇക്കണോമിക് കൗൺസിലിലെയും സാമ്പത്തിക ഉപദേശകർ മുന്നറിയിപ്പ് നൽകുന്നു. ചില ഉന്നത ഉദ്യോഗസ്ഥരും സമാനമായിട്ടുള്ള വാദമാണ് ഉയർത്തുന്നത്. വിജയത്തെ ലളിതമായി നിർവചിക്കാനും യുദ്ധം അവസാനിക്കാറായി എന്ന് സൂചിപ്പിക്കാനും അവർ ട്രംപിനോട് ആവശ്യപ്പെടുകയാണ്. അതേസമയം സെനറ്റർമാർ, അതായത് ട്രംപുമായി അടുത്ത് നിൽക്കുന്ന സെനറ്റർമാർ, ചില മാധ്യമപ്രവർത്തകരൊക്കെ ഇറാനെതിരെ കടുത്ത സൈനിക സമ്മർദ്ദം തുടരണമെന്ന് വാദിക്കുകയാണ്. മറ്റൊരു വശത്ത് സ്റ്റീവ് ബാനർ, ടക്കർ കാൾസൺ അങ്ങനെയുള്ള ട്രംപിൻ്റെ അനുയായികൾ മറ്റൊരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടരുത് എന്ന് ആവശ്യപ്പെടുന്നു. ഇറാനെതിരെ സൈനിക നീക്കം തുടങ്ങിയപ്പോഴും വ്യക്തമായ കാരണങ്ങൾ ട്രംപ് പറഞ്ഞിരുന്നില്ല. ഇറാൻ്റെ ആക്രമണം തടയുക, ആണവ പദ്ധതി തകർക്കുക, ഭരണം മാറ്റം നടത്തുക, അതായത് റെജിം ചേഞ്ച് നടത്തുക എന്നിങ്ങനെയുള്ള പല പല ലക്ഷ്യങ്ങളാണ് പറഞ്ഞു കേട്ടത്. എന്നാൽ ഇപ്പോൾ ജനപ്രീതിയില്ലാത്ത ഈ യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ട്രംപ് ശ്രമിക്കുന്നു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയായെന്ന് പ്രഖ്യാപിച്ച ശേഷം ഉപരോധങ്ങളിലേക്കും ചർച്ചകളിലേക്കും മാറാനാണ് ട്രംപിൻ്റെ ചില സഹായികൾ ആലോചിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് ഇറാൻ ആവിഷ്കരിച്ച തന്ത്രങ്ങളാണ് ട്രംപിനെയും നെതന്യാഹുവിനെയും അടപടലം പൂട്ടിയത് എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എണ്ണവില ഇനിയും ഉയർന്നാൽ ട്രംപിന് രാഷ്ട്രീയ സമ്മർദ്ദം അത് കൂട്ടും. നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രത്യേകിച്ചും രാഷ്ട്രീയ സമ്മർദ്ദം വളരെയധികം കൂടും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇറാനിലെ ഭരണം അട്ടിമറിക്കുമെന്നുള്ള വാദത്തിൽ നിന്ന് ട്രംപ് ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത്. ഇറാൻ ഭരണം ഉടനെ ഒന്നും തകരില്ല എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും ട്രംപിൻ്റെ മുന്നിലുണ്ട്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മദുറോയെ പിടികൂടിയതുപോലെ ഇറാനിലും എളുപ്പത്തിൽ വിജയിക്കാമെന്ന് ട്രംപും ചില അടുത്ത സഹായികളും വിചാരിച്ചിരുന്നു. ഇറാനെ നെതന്യാഹുവിൻ്റെ വാക്ക് കേട്ട് വില കുറച്ച് കണ്ടതാണ് ട്രംപിനും കൂട്ടർക്കും പറ്റിയ തെറ്റ് എന്നാണ് വിലയിരുത്തൽ. ഇറാൻ്റെ ആണവ പദ്ധതി തകർക്കപ്പെട്ടു എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഖനനം ചെയ്തെടുത്ത യുറേനിയം ഉപയോഗിച്ച് അവർക്ക് വീണ്ടും ആണവായുധം വളരെ സിമ്പിളായി നിർമ്മിക്കാൻ സാധിക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ ഇറാൻ അമേരിക്കയെ പറ്റിച്ച് എണ്ണ വലിയ തോതിൽ വിറ്റഴിക്കുന്നു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ചൈനയെയും റഷ്യയെയും ഉപയോഗിച്ച് ഇറാൻ തങ്ങളുടെ എണ്ണ വിറ്റഴിക്കുകയാണ്. എണ്ണവില വർദ്ധിക്കുന്നത് ഇറാന് കൂടുതൽ ലാഭമുണ്ടാക്കാനും സഹായിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ ബാങ്കിംഗ് സംവിധാനത്തിന് പുറത്തുള്ള ഇടപാടുകളാണ് റഷ്യയും ചൈനയുമായി ഇറാൻ ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇറാൻ തങ്ങളുടെ എണ്ണക്കപ്പലുകളുടെ GPS ഓഫ് ചെയ്ത് കടലിൽ വെച്ച് മറ്റ് കപ്പലുകളിലേക്ക് എണ്ണ മാറ്റുകയും എണ്ണയുടെ ഉറവിടം മറ്റ് രാജ്യങ്ങളുടേതാണ് എന്നുള്ള രേഖകളിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഷാഡോ ഫ്ലീറ്റ് വഴി അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇറാൻ എണ്ണ ചൈനീസ് റഷ്യൻ കപ്പലുകൾ വഴി ഹോർമൂസ് കടത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. അമേരിക്ക ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ ഇറാൻ്റെ കപ്പലാണ് എങ്കിൽ അമേരിക്ക ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ടിയാണ് ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ഇറാൻ കവചമായി ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നത്.
ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചതോടെ ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഗൾഫ് രാജ്യങ്ങളെ സഹായിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ, ചൈന, റഷ്യ സഖ്യം രൂപപ്പെട്ടതോടെ അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് പഴയ ശക്തി ഇല്ലാതായി എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം പറയുന്നത്. ചുരുക്കത്തിൽ യുദ്ധഭീതി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറാൻ സാമ്പത്തികമായി ലാഭം കൊയ്യുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാൻ്റെ ഈ നീക്കം തടയാനാണ് അമേരിക്ക ഏറ്റവും ഒടുവിൽ ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഗാർഗ് ദ്വീപിൽ ആക്രമണം നടത്തിയത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇറാൻ്റെ ആകെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഈ ഗാർഗ് ദ്വീപ് കേന്ദ്രീകരിച്ചാണ്. ഇറാനിലെ പ്രധാന എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള എണ്ണ പൈപ്പ് ലൈനുകൾ വഴി ഈ ഗാർഗ് ദ്വീപിൽ എത്തിച്ചിട്ടാണ് കൂറ്റൻ ടാങ്കറുകളിൽ നിറയ്ക്കുന്നത്, അതായത് കപ്പലുകളിൽ നിറയ്ക്കുന്നത്. എന്നാൽ എണ്ണ കേന്ദ്രങ്ങളെ തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല, ഈ ഗാർഗ് ദ്വീപിലെ എണ്ണ കേന്ദ്രങ്ങളെ തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. ഇവിടുത്തെ എണ്ണ ടാങ്കുകൾ തകർത്താൽ ആഗോള വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കാനാവാത്ത വിധം ഉയരും. അതുകൊണ്ട് തന്നെ ഗാർഗ് ദ്വീപിലെ സൈനിക താവളങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചത് എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. എന്തായാലും ഗാർഗ് ദ്വീപിൽ അമേരിക്ക ആക്രമണം നടത്തിയെന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആഗോള എണ്ണവില വീണ്ടും കൂടിയിട്ടുണ്ട്. എന്തായാലും ട്രംപും കൂട്ടരും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. ലക്ഷ്യം തെറ്റിയ അവസ്ഥയിലുമാണ് അവർ. മറുഭാഗത്ത് ഹോർമൂസ് കടലിടുക്ക് പൂട്ടി കാര്യങ്ങൾ തങ്ങളുടെ കയ്യിലേക്ക് ഇറാൻ കൊണ്ടുവരികയും ചെയ്തു. തീർത്തും ബുദ്ധിപരവും ആസൂത്രിതവുമായ നീക്കത്തിലൂടെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല തങ്ങളുടെ എണ്ണ വിൽക്കുകയും ചെയ്യുന്നു. അതേസമയം ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നുമില്ല. അങ്ങനെ ചെയ്താൽ അത് ആഗോള എണ്ണ വിപണിയെ ബാധിക്കുന്നൊരവസ്ഥയുണ്ട്. എന്തായാലും ഇറാനെതിരെ സൈനിക നീക്കത്തിന് ഇറങ്ങി പുറപ്പെട്ട് ആകെ പെട്ട അവസ്ഥയിലാണ് ട്രംപ് എന്ന് തന്നെ നമുക്ക് ഈ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ്. എത്രയും പെട്ടെന്ന് പ്രതിസന്ധികൾ അവസാനിക്കും, പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾ അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എണ്ണ പ്രതിസന്ധി ഇന്ത്യയിലടക്കം വളരെയധികം രൂക്ഷമാകാനുള്ള സാധ്യതയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.